ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. ഇന്നത്തെ താരം ഇതായവനാണ്. ഇതൊരു പഴയ ക്ലോക്കാണ് കേട്ടോ. ഒരുപാട് വർഷമായി ഇവിടെ മൂലയ്ക്കിട്ടിട്ട്, കുറേ വർഷമായി കേട്ടോ. അഴുക്കും പൊടിയൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അതാ ഡേറ്റ് ഒക്കെ ഉണ്ട്. അഴുക്കും പൊടിയും ചളിയൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കണം. അങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ടാസ്ക് ഇതാണ് കേട്ടോ. സ്ക്രൂ അഴിക്കാൻ ഭയങ്കര പാടായിരുന്നു. തുരുമ്പെടുത്തിട്ട് നന്നായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ടൈറ്റായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ ആ ദൗത്യം എൻ്റെ മോൻ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആശാൻ നന്നായിട്ട് തിരിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഞാൻ പോനും മടുത്തു. അങ്ങനെ അമ്മ അത് അഴിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. 4 സ്ക്രൂ അഴിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ സെറ്റായി. നമ്മുടെ ഗ്ലാസ് വരെ എടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട്. ഒരു സ്ക്രാച്ചും ഇല്ല. ഇതാണ് കേട്ടോ നമ്മളതിലൊന്ന് വരയ്ക്കാൻ പോകുന്നത്. ഞാൻ ഗ്ലാസ് പെയിൻറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ ആദ്യം ഉദ്ദേശിച്ചത്. പിന്നെ ഗ്ലാസ് പെയിൻറ്റ് കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഏതായാലും കയ്യിലുള്ള പെയിൻറ്റ് വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ഉപയോഗിച്ചിട്ട് അത് കംപ്ലീറ്റ് അത് കൊടുക്കാൻ വിചാരിച്ചു. ഫോൺ വെക്കാൻ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു റെഡിക്കില്ലാണ്ട് വീഡിയോ കിട്ടുന്നത്. അപ്പോൾ ഞാൻ കയ്യിൽ ഫോൺ വെച്ചിട്ട് അങ്ങനെ എടുത്ത് നോക്കി. പക്ഷേ ഇത് ഏത് ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാവാത്തതുകൊണ്ട് കിട്ടിയില്ല. വരയ്ക്കേണ്ടതൊന്നും കാണുന്നില്ല. ഞാൻ പിന്നെ ശ്രദ്ധിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ 2 പെയിൻറ്റ് ബോക്സൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫോണ് സെറ്റാക്കി വെച്ചിട്ട് എടുക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിൻ്റെ ഡയറക്റ്റ് മുകളിൽ നിന്ന് അങ്ങനെ എടുക്കാൻ പറ്റാതെ, എന്നാലും കുഴപ്പമില്ലാണ്ട് കാണുന്നുണ്ടല്ലോ. അങ്ങനെ ഇതൊക്കെ വരച്ച് ഞാനത് ഫസ്റ്റ് ട്രിപ്പ് വരച്ചിട്ട് ഇത് രണ്ടാമത് വരയ്ക്കണം കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് ഞാൻ വരച്ചിട്ട് ഇത് ബ്ലാക്ക് പെയിൻറ്റ് ഉണങ്ങിയ പോലെ തോന്നിയപ്പോൾ ഞാൻ അതിന് ബാക്ക്ഗ്രൗണ്ട് കളർ വേറെ അടിച്ചു. അപ്പോൾ നോക്കുമ്പോൾ കംപ്ലീറ്റ് ഈ ബ്ലാക്ക് വരച്ചതൊക്കെ പരന്നു പോയി. പിന്നെ അതവിടെ എടുത്ത് വെച്ചു. ഇനി ഒരു സങ്കടമായി. പിന്നെ ഞാൻ എന്താക്കി, ഒന്നുകൂടി വരയ്ക്കാൻ വെച്ചിട്ട് അതൊക്കെ കഴുകി മായ്ച്ചിട്ട് തുടച്ചിട്ട് രണ്ടാമത് വരയ്ക്കാം കേട്ടോ. അങ്ങനെ അത് രണ്ടാമത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാതെ ഒരു പേപ്പറിൽ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ട് അങ്ങനെ സെറ്റാക്കാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ കഴിയാറായി. ബ്ലാക്കൊക്കെ കൊടുത്തു. ഇത് ഉണങ്ങാനാണ് സമയം, മഴ ആയതുകൊണ്ടേ. അങ്ങനെ കംപ്ലീറ്റ് പെയിൻറ്റ് കൊടുത്ത് കഴിയാറായിട്ടുണ്ട്. അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഡ്രസ്സൊക്കെ വാങ്ങുന്ന ബോക്സ് ഉണ്ടല്ലോ, ആ പെട്ടീൻ്റെ ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഒരു 5-6 കളർ ഒരു ഷെയ്ഡായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ക്ലോക്കിൻ്റെ ഫ്രെയിമും കൂടി ഒന്ന് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാം. അതും കൂടി ഉണങ്ങിയിട്ട് നമുക്ക് സെറ്റാക്കണം. അങ്ങനെ ഇത് പെയിൻറ്റ് കംപ്ലീറ്റ് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് നേരത്തെ വരച്ച് വെച്ചത് ഉണങ്ങിയിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ക്ലോക്കിൽ സെറ്റാക്കി വെക്കണം കേട്ടോ. അങ്ങനെ അത് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ പശയൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. പശയൊന്നും ഉപയോഗിക്കാതെ തന്നെ അതിലത് സെറ്റായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. നമ്മുടെ ലാസ്റ്റ് പണിയിലേക്കായി. നിറയെ പൊടിയായി ഉണ്ടായിരുന്നു കേട്ടോ. ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്തിട്ട്. ഇനി അത് നമ്മൾ വരച്ച ഭാഗം ഉണ്ടല്ലോ, വരച്ച ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് വയ്ക്കാൻ. അങ്ങനെ ആ ഫ്രെയിമൊക്കെ സെറ്റാക്കി അതിൻ്റെ 4 ഭാഗത്തുള്ള സാധനമൊക്കെ വെച്ചു. നമ്മൾ ആ തുരുമ്പിടിച്ച സ്ക്രൂ പിന്നെ അതിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കയ്യിൽ നിന്ന് പോകുന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. സ്ക്രൂ ഒക്കെ ഇടുന്ന നേരത്ത് താഴെ പോകുമെന്ന്. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ സ്ക്രൂ ഒക്കെ ഇട്ടു. സെറ്റായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. നമ്മൾ ഒഴിവാക്കി കളയണ ക്ലോക്കല്ലേ, അതിൽ നിന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഭംഗിയിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ. അങ്ങനെ ഇതാ കഴിഞ്ഞു. എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും വെക്കണമല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ക്ലോക്കിൽ ഏതായാലും 2 ദിവസമായിട്ട് ബാറ്ററി കഴിഞ്ഞെടുക്കായിരുന്നു. അപ്പോൾ തൽക്കാലം ഞാൻ അവിടുത്തെ ആ ബാറ്ററി ആ ക്ലോക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് ഈ പഴയ ക്ലോക്ക് അങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. വെളിച്ചില്ലായിരുന്നു കേട്ടോ. അങ്ങനെ സെറ്റായി. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. താങ്ക് യു.